ഈ ശരണം അമ്മേ, എൻ താപം നീങ്ങുവാനായി പല പല വഴികൾ തേടി വന്നെത്തി ഇന്നീ ശ്രീരിങ്ങും ഭുവിയിലിപ്പോൾ ഹിമഗിരിതനയെ മുമ്പിൽ ഞാൻ കുമ്പിടുന്നേൻ. നീതാനെന്നും ധരായാമടിയനു തുണയായൻ നന്ദസന്തായികേ, മാതാവേ കാത്തു രക്ഷിക്കുക കടലിണയിൽ കിണനായി വീണൊരെന്നെ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. ദ്വാദശ സ്കന്ധത്തിലെ 8ാമത്തെ അധ്യായമാണ് അവലോകനം ചെയ്ത് നിർത്തിയത്. ഇന്ന് 9ാമത്തെ അധ്യായത്തിലേക്കാണ് പോകുന്നത്. 8ാമത്തെ അധ്യായത്തിൽ ദേവി ഇന്ദ്രാദികളുടെ ഗർവത്തിനെ ശമിപ്പിച്ചു. ഈ കഥ എന്തിനാണ് വ്യാസൻ ജനമേജയന് പറഞ്ഞു കൊടുത്തത് എന്നുണ്ടെങ്കിൽ, വിവിധ ദേവതാ ഉപാസനകൾ എന്തിനാണ് എന്നുള്ളതിനെ കാണിക്കാനാണ്. വിവിധ ദേവതാ ഉപാസനകൾ എന്തിനാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഏത് ദേവതകളെ ഉപാസിച്ചാലും അതെല്ലാം തന്നെ ദേവിയിൽ ആണ് എത്തിച്ചേരുന്നത്. ആകാശാൽ പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാര കേശവം പ്രതിഗച്ഛതി എന്ന് പറയുന്നുണ്ട്. ഏത് ദേവന്മാരെയൊക്കെ പൂജിച്ചാലും അതെല്ലാം അവസാനം ഭഗവാനിൽ തന്നെ എത്തിച്ചേരുന്നു എന്ന് പറഞ്ഞ മാതിരി ഭഗവാൻ ഭഗവതി ഒക്കെ ഒന്ന് തന്നെ, ഒരേ ബ്രഹ്മത്തിന്റെ അംശം. അപ്പോ ആരെയൊക്കെ ഏതൊക്കെ രൂപത്തിൽ ആരെയൊക്കെ നമ്മൾ പൂജിച്ചാലും അവസാനം ഈ പൂജ കർമ്മങ്ങളെ എത്തിച്ചേരുന്നത് ദേവിയുടെ പാദത്തിൽ തന്നെയാണ്. ഏത് രൂപത്തിൽ ആരെ കണ്ട് നമ്മൾ പൂജിച്ചാലും അനുഗ്രഹം നമുക്ക് തന്ന, അല്ലെങ്കിൽ നമ്മളെ അനുഗ്രഹിക്കുന്നത് ദേവി തന്നെയാണ്. ഈ ഒരു ഉപദേശമാണ് ദേവിയും ഇന്ദ്രന് കൊടുക്കുന്നത്. അവിടെ യക്ഷരൂപത്തിൽ വന്നു. ആ യക്ഷനാര് എന്ന് ചോദിച്ചപ്പോൾ, യക്ഷരൂപത്തിലല്ല, സകല രൂപത്തിലും കാണുന്നത് ഞാൻ തന്നെയാണ്. ഹേ ഇന്ദ്ര, നീയായിരിക്കുന്നതും അഗ്നിയായിരിക്കുന്നതും വായുവായിരിക്കുന്നതും യമനായിരിക്കുന്നതും ഒക്കെ ഞാൻ തന്നെയാണ്. എൻ്റെ സ്വരൂപങ്ങൾ തന്നെയാണ്, എൻ്റെ ശക്തികൾ തന്നെയാണ് നിങ്ങളെല്ലാവരും. ആ ദേവിയുടെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് അഷ്ടദിക്പാലകന്മാർക്ക് അവരവരുടെ കർത്തവ്യങ്ങളെ, കർമ്മങ്ങളെ യഥാവിധി ചെയ്യാൻ പറ്റുന്നത്. ഭാഗവതത്തിൽ തന്നെ കാപിലേയം പറയുന്ന സമയത്ത് കപിലവാസുദേവൻ ദേവഹൂതി മാതാവിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഭാഗവത മഹാപുരാണത്തില് മദ്ഭയാൽ വാദിവാദോയം സൂര്യസ്തപതി മദ്ഭയാൽ വർഷത്തിന്ദ്രോ ദഹത്യഗ്നി മൃത്യുശ്ചരതി മദ്ഭയാത് എന്നൊക്കെ. അപ്പൊ എല്ലാം ഭഗവാന്റെ അല്ലെങ്കിൽ ദേവിയുടെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. അങ്ങനെ ഇന്ദ്രാദികളുടെ ആ അഹങ്കാരത്തെ തീർത്തു എന്ന് മാത്രമല്ല, താൻ തന്നെയാണ് എല്ലാ ശക്തികളുമായി ഇരിക്കുന്നത് എന്ന കാരണം കൊണ്ട് ഏത് ശക്തികളെ വേണമെങ്കിൽ നമ്മളുടെ സൗകര്യാർത്ഥം പൂജിക്കാം. അതെല്ലാം തന്നെ എത്തിച്ചേരുന്നത് ദേവിയുടെ പാദങ്ങളിലാണ്. അതാത് ദേവതകളിലൂടെ നമ്മളെ അനുഗ്രഹിക്കുന്നത് ദേവി തന്നെയാണ് എന്നുള്ളതിനെ അവിടെ പറഞ്ഞുകൊടുത്തു. പിന്നീടാണ് എന്തുകൊണ്ടാണ് ഈ ഗായത്രി ജപത്തിന് ഇത്രയധികം മഹാത്മ്യമുണ്ട്, ത്രികാല സന്ധ്യാവന്ധന അത്രയും മഹാത്മ്യമുള്ളതാണ് നിത്യകർമാനുഷ്ഠാനങ്ങളിൽ എന്നൊക്കെ അവിടെ പറഞ്ഞിട്ടും ബ്രാഹ്മണര് അതിലൊന്നും തൽപരരാവാതെ കണ്ട് മറ്റു പല കർമ്മങ്ങളും ചെയ്തുകൊണ്ടു പോകുന്നത് എന്നുള്ള ജനമേജയന്റെ ചോദ്യത്തിനാണ് ഇതാ ഇനി ഈ 9ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു കൊടുക്കുന്നത്. കഥാചിത് അധകാലേതു ദശ പഞ്ചസമാവിഭോ പ്രാണീനാം കർമ്മവശതോ ന വവർഷ ശതക്രധു. പണ്ടൊരിക്കല് 15 വർഷത്തേക്ക് ഇന്ദ്രൻ മഴ പെയ്യിച്ചില്ല എന്ന് പറയാണ്. ആ മഴ പെയ്യാത്തത് കൊണ്ട് അതികഠിനമായിട്ടുള്ള വരൾച്ചയുണ്ടായി.
ജനങ്ങൾക്ക് ഭൂമിയിൽ നിന്നും ഭക്ഷണം കിട്ടുന്നില്ല. മഴ പെയ്താലല്ലേ ധാന്യങ്ങൾ ഉണ്ടാവുള്ളൂ, കൃഷികൾ അഭിവൃദ്ധിപ്പെടുള്ളൂ. അതൊന്നും നടന്നില്ല. ഭക്ഷണം കിട്ടാതായി. മഴ പെയ്താലല്ലേ ജലം കിട്ടുള്ളൂ. ജലം കിട്ടാതായി. നദികൾ, പുഴകൾ, തടാകങ്ങളൊക്കെ വരണ്ടുപോയി. ജലം കിട്ടാത്തൊരവസ്ഥ. ജലം കിട്ടിയില്ലെങ്കിൽ എന്തുണ്ടാകും? ഈ പ്രാണന്റെ 2 ധർമ്മമാണല്ലോ വിശപ്പും ദാഹവും. വിശപ്പും ദാഹവും തീർത്തില്ലെങ്കിൽ പിന്നെ പ്രാണൻ പോവും. പ്രാണൻ നിലനിൽക്കണമെങ്കിൽ വിശപ്പും ദാഹവും അതാത് സമയത്ത് അതിന് ഉണ്ടാവുന്നതിനെ തീർത്തു കിട്ടണം. അപ്പം അങ്ങനെ ഈ ഇന്ദ്രൻ മഴ പെയ്യിക്കാത്തത് കാരണം കൊണ്ട് വിശപ്പും ദാഹവും എടുത്ത് പലരും മരിക്കാൻ തുടങ്ങി. സഹിക്കാനാവാതെ കുതിരകളെ, പന്നികളെയൊക്കെ, മൃഗങ്ങളെയൊക്കെ ഭക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള ഇവിടെ എഴുതിയിരിക്കുന്നത് മരിച്ചുപോയ മനുഷ്യ ശവങ്ങളെ തന്നെ മറ്റു മനുഷ്യരൊക്കെ ഭുജിക്കാൻ തുടങ്ങി എന്നാണ് പറയണത്. വിശപ്പ് സഹിക്കുവയ്യാതെ കണ്ട്. അവിടെ പറഞ്ഞതിനൊന്നും ഞാൻ ദീർഘമായിട്ട് പറയണില്ല. എന്തായാലും അതിരൂക്ഷമായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു അത്, മഴ പെയ്യാത്തത് കാരണം കൊണ്ട് എന്ന് പറഞ്ഞു. ബ്രാഹ്മണരെല്ലാവരും ഒത്തുകൂടി നല്ലവണ്ണം ആലോചിച്ചു. തപോധനനായ ഗൗതമ മഹർഷിയുണ്ടല്ലോ, അദ്ദേഹം നമ്മുടെ ദുഃഖം ഇല്ലാതാക്കും. അതിന് ഗൗതമ മഹർഷിക്ക് അതിനുള്ള ശക്തിയുണ്ട് എന്ന് കണ്ട് എല്ലാവരും കൂടി ഗൗതമന്റെ ആശ്രമത്തിലേക്ക് പോയിരുന്നു. ഗായത്രി ജപത്തിൽ മുഴുകിയിരുന്ന ഗൗതമന്റെ ആശ്രമത്തിൽ പോയ സമയത്ത് അവിടെ സുഭിക്ഷമായിട്ട് കാണപ്പെട്ടു. അവിടെ ഒരുപാട് ജനങ്ങൾ പോയിട്ടുണ്ട്. അഗ്നിഹോത്രങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ആശ്രമത്തിലെത്തിയ മറ്റുള്ള മഹർഷിമാരും ബ്രാഹ്മണരും അവിടെ ജനങ്ങളെല്ലാം ധാരാളം സുഭിക്ഷമായിട്ട് അന്നപാനാദികളെ ഭക്ഷിക്കുന്നത്, കഴിക്കുന്നതൊക്കെ കണ്ടു. നാനാ ദിക്കിലുള്ളവരെ അവിടെ വന്നു ചേർന്ന് അവരുടെ വിശപ്പും ദാഹവും എല്ലാം ഗൗതമ മഹർഷി ഇതാ മാറ്റിക്കൊടുക്കണോ, അവർക്ക് വേണ്ട ആഹാരം, അന്നപാനാദികളൊക്കെ കൊടുത്ത് വരുന്നവരെയെല്ലാം വളരെയധികം സന്തോഷത്തോടുകൂടി സ്വീകരിച്ച്, ഇതാ എൻ്റെ ഈ ആശ്രമം നിങ്ങളുടെ ഭവനം തന്നെയാണ്, ഞാൻ നിങ്ങളുടെ ദാസനാണ്, നിങ്ങൾ ചിന്തിക്കണ്ട, വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് അവരെയെല്ലാം ആശ്വസിപ്പിച്ച് എല്ലാവർക്കും അന്നപാനാദികളൊക്കെ ധാരാളം കൊടുത്തു. നിങ്ങളെല്ലാവരും ഇതാ എല്ലാ ദുഃഖങ്ങളെയും മറന്ന് തൻ്റെ ആശ്രമത്തിൽ തന്നെ താമസിച്ചോളൂ എന്ന് ഈ ഋഷികളെയും മുനികളെയും ബ്രാഹ്മണരെയും മറ്റുമെല്ലാം ഗൗതമ മഹർഷി സ്വീകരിച്ചു എന്ന് പറയാണ്. ഇങ്ങനെ എല്ലാവരെയും ആശ്വസിപ്പിച്ച് അവർക്ക് വേണ്ട അന്നപാനാദികളൊക്കെ കൊടുത്ത് ഗൗതമ മഹർഷി ഗായത്രി ദേവിയെ പ്രാർത്ഥിച്ചു. ആ ദേവിയുടെ വിവിധ രൂപങ്ങളെയും ധ്യാനിച്ചു. അദ്ദേഹത്തിൻ്റെ ആ പൂജയിൽ, ധ്യാനത്തിൽ സന്തുഷ്ടിയായിട്ടുള്ള ഗായത്രി ദേവി അദ്ദേഹത്തിന് പ്രസാദിച്ച് ഒരു പാത്രം, പണ്ട് സൂര്യഭഗവാൻ ദ്രൗപദിക്ക് കൊടുത്ത അക്ഷയപാത്രം മാതിരി ഒരു പാത്രം ഈ ഗൗതമ മഹർഷിക്ക് ഗായത്രി ദേവി കൊടുത്തു എന്നാണ് പറയണത്. ഭക്ഷണസാധനങ്ങൾ, അന്നപാനാദികൾ എന്തു വേണമെങ്കിലും സ്മരിച്ച മാത്രയിൽ തന്നെ ആ പാത്രത്തിൽ കിട്ടും എന്നുള്ളത് കാരണങ്ങൾ കൊണ്ട് ആ ദിവ്യ പാത്രത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഗൗതമൻ എന്ന് പറഞ്ഞ മഹർഷി
വരുന്നവരുടെയെല്ലാം അന്നപാനാദികളെ ക്ഷാമങ്ങളെ തീർത്തു വന്നിരുന്നത് എന്നവിടെ പറഞ്ഞു. ബാക്കി ഭാഗങ്ങളെ നാളെ അവലോകനം ചെയ്തു കൊണ്ടുപോകാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. മഹാദേവ്യൈ നമഃ.